നമുക്ക് ഇപ്പോഴെല്ലാം ഒന്നും കൃത്യമായില്ലേ? എല്ലാം അവ്യക്തം എങ്കിൽ സമാധാനം എവിടെ? അത് അത്ര എളുപ്പം കാണാനാവാത്തതാണ്. പക്ഷേ സ്റ്റോയിസം പഠിപ്പിക്കുന്ന ചിന്താഗതികളിലൂടെ നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയും. പിന്തുപിനയെ സ്വാധീനിച്ച പ്രാചീന ഗ്രീക്ക് ദാർശനികരായ മാർക്കസ് ഓറലിയസ്, എപ്പിക്റ്റസ്, സെനേക്ക തുടങ്ങിയവർ ഇവയെല്ലാം നേരിട്ടു. പ്രശ്നങ്ങളും യുദ്ധങ്ങളും, എന്നാൽ അവർ മുറിച്ചുവിട്ടു സമാധാനത്തിനുള്ള വഴി. ശരിക്കും നിങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് അധികം ഓർക്കേണ്ടതില്ല. എപ്പിക്റ്റസ് പറഞ്ഞത് നമുക്ക് സംഭവിക്കുന്നത് അല്ല, നമുക്ക് അതിനോട് പ്രതികരിക്കുന്നതാണ് പ്രധാനം. ഈ പ്രായോഗികതയുടെ ഒരു ഉദാഹരണം, എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് പണി തീർക്കാനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാണാനോ തിരക്കിലായിരിക്കും. പക്ഷേ ഓർത്തോ, നിങ്ങളുടെ മനസ്സിന് ഈ രീതികൾ എങ്ങനെ പ്രതികരിക്കുന്നുണ്ട്? നാം ഓർക്കേണ്ടത്, ചുറ്റുപാടുകൾ മാറുന്നതിൽ നമുക്ക് ശ്രദ്ധ ഇല്ലാതെ മാറുന്നില്ലെങ്കിൽ നാം മാറാം, സാന്ത്വനം കണ്ടെത്താം. സ്റ്റോയിസം നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് ഏകാന്ത കണ്ടെത്താമെങ്കിലും ലോകത്ത് ഏറ്റവും കൊടുങ്കാറ്റ് നേരിടുമ്പോഴും മനസ്സിൽ സമാധാനം കണ്ടെത്താമെന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടുതൽ ദാർശനിക പാഠങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.